തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസനെ കുടുക്കാൻ പുതിയ ആരോപണവുമായി ആരോഗ്യവകുപ്പ്. ഡോക്ടർ ഹാരിസ് മേധാവിയായിരുന്ന യൂറോളജി ഡിപ്പാർട്ട്മെന്റിന് കീഴിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ കാണാതായി എന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ആയുധമാക്കിയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് രംഗത്തെത്തിയത്. ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ജനകീയ ഡോക്ടറാണെന്നും ഒക്കെയുള്ള മുൻ നിലപാടിൽ നിന്നാണ് മന്ത്രിയുടെ ഈ മലക്കം മറിച്ച്. ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ പ്രതിസന്ധിയിൽ ഡോക്ടർ ഹാരിസ് ഹസൻ നടത്തിയ തുറന്നുപറച്ചിൽ ആരോഗ്യവകുപ്പിനെയും പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. ആ സമയത്ത് ഡോക്ടർ ഹാരിസിനെ ചേർത്തുപിടിക്കും വിധമായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം. എന്നാൽ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ പുതിയ ആരോപണം. ഡോക്ടർ ഹാരിസിന് അദ്ദേഹത്തോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളത് അതൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല നടപടിയാണ്. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടിക്രമമാണ്. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. ഡോക്ടർ ഹാരിസ് ഹസൻ മേധാവിയായ യൂറോളജി വിഭാഗത്തിൽ നിന്ന് 20 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്ന ഒസിലോസ്കോപ്പ് ഉപകരണം കാണാതായെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് ആയുധമാക്കിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഡോക്ടർ ഹാരിസിനെ സർക്കാർ ക്രൂശിക്കുന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ പാവപ്പെട്ട ഡോക്ടറുടെ മീതെ മോഷണക്കുറ്റം ചോദിച്ചിരിക്കുകയാണ്. സ്റ്റോറിൽ നിന്ന് സാധനം കാണാതെ ഡോക്ടർ എങ്ങനെ ഉത്തരവാദി? ഒരു ഗുളികയുടെ പാക്കറ്റ് പോയി കഴിഞ്ഞാൽ ഡോക്ടർ എങ്ങനെ ഉത്തരവാദിയാകുന്നത്? അത് സ്റ്റോർ കീപ്പ് ചെയ്യേണ്ടത് വേറെ സംവിധാനമല്ലേ? അതേസമയം ഡോക്ടർ ഹാരിസിന് നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് പ്രതികാര നടപടിയല്ലെന്നാണ് മന്ത്രിയുടെ വാദം. എന്നാൽ ഡോക്ടർ ഹാരിസ് ഹസനെതിരെ അച്ചടക്ക നടപടിക്ക് കളമൊരുക്കുന്നതാണ് പുതിയ നീക്കം. 24 തിരുവനന്തപുരം.